ഇന്നൊരു തെലുങ്ക് സ്റ്റൈൽ പച്ചടിയാക്കിയാലോ. നമ്മൾ സാധാരണ തേങ്ങ അരച്ചിട്ടല്ലേ പച്ചടിയാക്കുന്നത്. ഇതങ്ങനെയല്ല കേട്ടോ, എളുപ്പമാണ്. നോക്കാം. അതിനാദ്യം എന്താ, ഒരു പാൻ വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയാം. ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ജീരകം ഇടാം കേട്ടോ. ഇത് എൻ്റെയും കൂടി ഒരു സ്റ്റൈലാണ് കേട്ടോ. അതായത് ഇങ്ങനെ തന്നെ അല്ല ആക്കുന്നത്. അത് എന്തോ യെല്ലോ കളറിലെ ഓയിലാണ് ഒഴിക്കുന്നത്. അതിപ്പോൾ മസ്റ്റാർഡ് ഓയിലാണെന്ന് അറിയില്ല. ഇത് മല്ലി കേട്ടോ. മല്ലി ഇടാൻ എന്നിട്ട് അതിൽ ആവശ്യത്തിന് മല്ലി ഇളക്കി കൊടുക്കാം. ഇത് കുറേ സ്റ്റൈലുണ്ട്. ഇത് ഞാൻ തക്കാളി വഴുതനങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പച്ചമുളക് അവർ കുറേ വാരി ഇടുന്നുണ്ട്. ഇവിടെ നമുക്ക് എരിവ് അത്ര വേണ്ട. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ. ഇത് പഴുത്തതും കൂടി ആയതുകൊണ്ട് നല്ല എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് തക്കാളി, പിന്നെ ഇതാ കഴുകി മുറിച്ച് വെച്ചേക്കണം വഴുതനങ്ങ, ഇത് ഇളക്കാം. നന്നായിട്ട് ഇളക്കി മിക്സാക്കാം കേട്ടോ. പിന്നെ ഇതിൽ മല്ലിയില മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില എൻ്റെ ഇലയിനേക്കാളും കൂടുതൽ കണ്ടാണ്. അത് ഒരുപാട് ഇടുന്നുണ്ട്. അത് ഓരോരുത്തരും ഓരോ സ്റ്റൈലാക്കണം. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. അത് എന്താ വഴുതനങ്ങയുടെ കൂടെ കഴുകിയെടുത്തിട്ടില്ല ഞാൻ. വലിയ വെളുത്തുള്ളി കേട്ടോ. തൊലിയോടുകൂടിയാണ് അവരിട്ട് കാണുന്നത്. പക്ഷേ തൊലിയോടുകൂടി ഇടാനൊരു എന്താ പറയുക, ഒരു താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടണതാ വെളുത്തുള്ളി ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഈ കളർ മാറിയിരിക്കുന്ന കണ്ടിട്ട് എനിക്കിതിൻ്റെ ഒരു ഭംഗി ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ തൊലിയോട് കൂടിയിട്ടില്ല. എൻ്റെ തൊലി കളഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഉപ്പിടാം. ഇത് അരച്ചിട്ട് എടുക്കണം. അതുകൊണ്ടാണെന്നാണ് പച്ചടിയിൽ നിന്ന് പേര് വന്നത്. ഇത് നമ്മുടെ പച്ചടിയായിട്ട് ഒരു ബന്ധമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഇത് യെല്ലോ കളർ എണ്ണയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞില്ല. കുറേ എണ്ണ വെച്ചിട്ടാട്ടോ വറുത്തെടുക്കണം. തൊലിയോടുകൂടി വെളിച്ചെണ്ണ ആദ്യം വറുത്തെടുത്തിട്ട്, അല്ലെങ്കിൽ ചില്ലി തന്നെ വറുത്തെടുത്തിട്ട് അങ്ങനെയൊക്കെ ആക്കണം. നല്ലപോലെ വഴറ്റിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് അരച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ തന്നെ ആണോ എന്നൊക്കെ അറിയില്ല. ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യണതാണ് കേട്ടോ. അത് അവരവരുടെ സ്റ്റൈലാണ് ചെയ്യണം. വേറെ വീഡിയോയിൽ വേറെ സ്റ്റൈലാണ്. ഓരോരുത്തർ ഓരോ സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓയിൽ തന്നെ വ്യത്യാസമുണ്ട്. അവർ പാം ഓയിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ അവർക്ക് അത്ര ഇഷ്ടമല്ല. എന്തായാലും അരച്ച് നോക്കാം. വഴുതനങ്ങ ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുന്നു. ഇത് അറിയുന്ന മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ വെള്ളമൊന്നും ചേർക്കണ്ട, വല്ലാണ്ട് അരയും വേണ്ട. ഇങ്ങനെ ഒരു ഇതിലാണ് എടുക്കണം. ഇതെങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് നമ്മുടെ കേരള റൈസിൻ്റെ കൂടെ ഇതൊന്ന് കഴിച്ച് നോക്കിയാലോ. നോക്കാം. അപ്പോൾ ചോറ് വിളമ്പാം. സാമ്പാറാണ് ഇവിടെ കറി. തേങ്ങ വറുത്തരച്ച സാമ്പാർ. അങ്ങനെ സൈഡ് ഡിഷായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. കാരണം സാമ്പാറുണ്ട്, പിന്നെ ചീരയും പരിപ്പും കൂടി തോരനുണ്ട്. പരിപ്പും ചീരയും തോരൻ. പിന്നെ ഇതാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വഴുതനങ്ങയും തക്കാളിയും പച്ചടി. ഇത് ഞാൻ കുറച്ച് നന്നായിട്ട് അരച്ചു കേട്ടോ. കാരണം അതിൽ കാണുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ ആ മല്ലി കടിക്കുന്നു. അതെനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് കുറച്ചുകൂടി അരച്ചു. പക്ഷേ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ വഴുതനങ്ങ കഴിക്കാത്തതാണ് പിള്ളേർ. അവർക്ക് ഇഷ്ടമായി. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഹസ്ബൻഡിന് വഴുതനങ്ങ ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ, വഴുതനങ്ങ കഴിക്കാത്തവർക്കൊക്കെ ഇത് അറിയില്ലല്ലോ, അരക്കണമല്ലേ. അപ്പോൾ ഇത് തന്നെ ഒന്ന് കഴിച്ച് നോക്കാം. ആദ്യം തന്നെ ഇത് കൂട്ടി കഴിച്ച് നോക്കട്ടെ. ചൂടുണ്ട് ചോറ്, നല്ല ചൂടുണ്ട്. എന്താ പുളിയും ആ രസം കൊണ്ടാണോ പച്ചടി പേര് വന്നതെന്ന് അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മല്ലിയുടെ ടേസ്റ്റും പുളിയുടെ ടേസ്റ്റും. പുളി എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ പുളി വേറെ എക്സ്ട്രാ ചേർക്കുക. ഞാൻ അധികം ഇവിടെ പുളി വേണ്ടാത്തതുകൊണ്ട് പുളി ചേർത്തിട്ടില്ല. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എല്ലാം കൂടി നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ വീഡിയോസ് കാണാം. വേറെ ഇതുപോലെ വെറൈറ്റി വീഡിയോസുണ്ട്, കുക്കിംഗ് വീഡിയോസുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.